വെള്ളം പോലല്ലാതെ കല്ല് പോലെ ഇരിക്കണം. അത് വേണ്ട, പക്ഷെ പാല് പാലായിരിക്കണം. ഇത് മുഴുവൻ വെള്ളം അതോ അതെ. പയ്യന്നലെ കുറെ കൂടുതൽ വെള്ളം കുടിച്ചു. കൂടുതൽ വെള്ളം കുടിച്ചാൽ പാലിന്റെ കൊഴുപ്പ് പറയും അല്ലേ? എന്റെ ശിവശങ്കര, പ്രഭാകരനാരുടെ അടുത്ത് വേണം ഈ വിളവ്. ഏതായാലും ഇന്ന് ഞാൻ തിരിച്ചറിയുന്നില്ല. നാളെയും പയ്യ കൂടുതൽ വെള്ളം കുടിച്ചാൽ ആ പാല് നമുക്ക് വേണ്ട. അമ്മയോട് പറഞ്ഞേക്കും. ഓരോ തെറ്റിദ്ധാരണയല്ലേ ചേട്ടാ. ഞങ്ങളൊക്കെ കറക്കുന്ന മുണ്ടയിൽ ഒരു തുള്ളി വെള്ളം കാണത്തില്ല. ഈ പാലിന് വെള്ളം ചേർത്ത് വിട്ടിട്ട് എനിക്ക് ജീവിക്കാൻ കാര്യമില്ല. എനിക്കെന്താ ജോലി ഉള്ളതാ? എന്റെ കൺട്രാക്ടിന്റെ ഒന്ന് പറഞ്ഞു കേട്ടു. അതുകൊണ്ടാ ഇപ്പഴേ ഞാൻ ഒന്നാമത്തെ ഒരു മെഡിക്കൽ കമ്പനിയുടെ റെപ്രസെന്റ് ചെയ്യാം. പോയോ? പാല പിടിക്കാതെ പോ. ഒന്നൊക്കെ മരുന്നൊന്നും വിജയിച്ച് കഴിക്കട്ടെ. അതേതോ തല്ലിപ്പൊടി കമ്പനിയാണ് മരുന്ന. അത് മാത്രമല്ല ഈ മരുന്നിനെ കുറിച്ച് ഒരു ചുറ്റും ചുണ്ടാകുമ്പോൾ അറിയില്ല. മരുന്ന് വിൽക്കുന്നവരാണോ ജീവിത? അത് ഡോക്ടർമാരൊക്കെ അറിയൂ. എന്താ ഇതോടി ഒന്നും പറയണ്ട. ഞാൻ ആ ഇടവഴി ചാടിക്കടന്ന് ചുറ്റിക്കറങ്ങി ഓടി വരിക. കാലക്കാരൻ ചെറിയമ്മേനും കയറി വന്നു. അടുക്കള വഴിക്ക് കൊണ്ടു. അത് ശരി, ഇങ്ങനെ ഒളിച്ചു കളിച്ച് കണ്ടാ കാര്യം. പിന്നല്ലാതെ എത്ര അവധിയെന്ന് വെച്ചാൽ പറയാം. സാധാരണ അച്ഛന്മാര് മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്തിട്ടാ പഠിക്കുക. പൂക്കാട്ടുശ്ശേരി പരമേശ്വരനാര് 3 മക്കൾക്കൂടെ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്ന നാട് മുഴുവൻ കടമാണ്. ഒക്കെ ശരിയാവും. ഞാനൊരു കത്തിയും കട്ടാരിയായിട്ട് ഇറങ്ങണം. കട്ടാനും പിടിച്ചു വരയ്ക്കാനൊക്കെ. നീ ഇത്ര ബേജാറാവണമെന്തിനാ? ഇതൊക്കെ തന്നെയാ ജീവിതം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങൾ. ഇത്ര വിഷമിക്കാനുള്ള കാര്യം. ബാലേട്ടനെ വിളിക്കാൻ ജോലി കുടുംബമൊക്കെ ആയപ്പോ മൂപ്പൻ സൂത്രങ്ങളൊക്കെ മാറി. കുടുംബം നോക്കാനും കടക്കാരോട് സമാധാനം പറയാനും ഞാനുണ്ടല്ലോ. നീ വല്ല നയിച്ചിട്ടാണോ അറിയുന്നത്? എനിക്ക് വേണ്ട. വീട്ടിന്റെ വിദ്യാഭ്യാസം മുങ്ങിയതാണ്. ഞാൻ വേഗം കഴിച്ചിട്ട് വാ. വണ്ടി പോവാം. അപ്പൊ എല്ലാം കണ്ണിപ്പെടാണ്ട് പോകാനോ. ഇതൊക്കെ നമ്പറില്ലടി. പണ്ട് വാർത്ത ഉണ്ടാകുമ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എപ്പോഴാണെങ്കിലും അവൻ പറഞ്ഞെത്തും. വിളിക്കാൻ പറ്റില്ല. എന്നാ അവിടെ ഇവിടെ പതിഞ്ഞ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി. ആ റാമ്പട്ട മുറിച്ചിട്ടാവുന്ന പുതിയ നടപ്പയ്ക്കാനറിയാം. മൂപ്പർ ഒരു കഷ്ടം അങ്ങോട്ട് കൊടുക്കും. വിദ്യാർത്ഥികൾ ഒരു നിർത്തി നിൽക്കത്തില്ല. പറക്കുന്നതാണ്. കഞ്ഞിക്കുന്ന കൂട്ടാൻ കഞ്ഞിക്കുന്ന കൂട്ടാൻ കഞ്ഞിക്ക് കൂട്ടാൻ ഞാൻ വീട് കാണിക്കുന്നില്ലേ? ഒരു അതിരുണ്ട്. ഞാൻ നിങ്ങളുടെ കളിക്കുട്ടിയാണ്. മുസുവായിട്ടുള്ള പറ്റുവാറ്റി വാന്ന് പറഞ്ഞ് എന്നെ കൊലഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 5 ആ ബാലകൃഷ്ണൻ ചെന്നപ്പോ അവനൊക്കെ പ്രാരാബ്ദില്ല. ശിവൻകുട്ടിയുടെ രൂപമായി. ശിവൻകുട്ടിയുടെ വരുമ്പോ പാടത്തെ തവള കഴിയണമായി തറാന്ന് തുടങ്ങി. ഇത്തരം വേറെ അവൻ മുങ്ങി അടച്ചാ എന്റെ പെട്ടിരിക്കുന്ന പണം 25,000 രൂപ എണ്ണി തന്നിട്ടാ ഞാൻ ഈ അച്ചാലും വിട്ടാൻ തുടങ്ങേണ്ടി വന്നത്. അത് ഞാൻ ചത്തിട്ട് 20 ജന്മം കൂടി ജനിക്കണം. ഇതൊക്കെ വെല്ലുവിളിക്കുന്ന ആർക്കറിയാം. ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി എനിക്ക് ശ്രമിക്കാൻ വയ്യ. തീർച്ചയായിട്ടും കൊടുക്കാൻ പോവാ. നീ അവസാനം അറിഞ്ഞില്ല കഴിച്ചാന്ന് പറയണ്ട. കോടതി കേട്ടത് മാത്രമല്ല ഈ വീഡിയോ ജപ്തി ചെയ്തിരിക്കുന്നു. എത്ര രൂപയായി? എത്രയായാലും ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോളൂ. ഏത് ഓഫീസ്? പറയുന്നത് എന്റെ അമ്മായിയമ്മയുടെ ഓഫീസ്. ഇവിടെ ബിസിനസ് മേഖലയാണ്. എഴുതാം. സ്ഥാപിക്കാം.
ഞാൻ മുമ്പൊരിക്കൽ ഡോക്ടറെ ഒന്ന് കണ്ടിരുന്നു. ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങളുടെ വളരെ എഫക്റ്റീവാണ്. പക്ഷേ ഡോക്ടർ ഒന്നുപോലെ ഇതുവരെ എഴുതിയില്ല. ഇപ്പോഴും ചെറിയ കമ്പനികൾ എഴുതാറില്ല. ഞങ്ങളുടെ കണ്ടത് എന്താണെന്ന് നോക്കണം ഡോക്ടർ. അതിന്റെ ആവശ്യമില്ല. ടോണിക്കുള്ള ബന്ധമുണ്ട്. പിന്നെ ടേബിൾ തന്നെയുണ്ട്. അത് ടോണിക്കാരുടെ കോമ്പണൻസ് ആണ്. പിന്നെ ടേബിൾ ഉണ്ടോ കണ്ടോ? ബീറ്റുകാരുടെ ബ്യൂറോ. മനസ്സിലായി? എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ കമ്പനി കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇല്ല. ഡോക്ടറെ പോലെ നിറയെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രം. എന്തൊക്കെയാണ് നിങ്ങളുടെ കോംപ്ലിമെന്റ്? 1000 ബോട്ടിൽ ഫോട്ടോ പ്രിസ്ക്രൈബ് ചെയ്ത ട്രീറ്റ്മെന്റ്, 5000 ഒരു കളർ ടിവിയും ഒരു എസിയും, 10,000 ഒരു ചെറിയ വണ്ടിക്കാർ. ഡോക്ടർ വിത്ത് ഇലക്ട്രോണിക് ഹീമോഗ്ലോബിൻ സിറപ്പ് വിത്ത് വൈറ്റമിൻ B12 and സർവീസ്. ഡോക്ടർ സുരേന്ദ്രന്റെ ഒരു കൂട്ടിന് വന്നില്ല. ഇല്ല, കമ്പനി തീർന്നു. ഇപ്പൊ തന്നെ എത്ര ചീട്ടാ വന്ന് മടങ്ങിപ്പോയെന്നറിയോ? ഡോക്ടർ പറഞ്ഞു കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് നാളെ വാങ്ങി വെച്ചോളെ. ഇനി 2-3 ദിവസം വെച്ചിട്ടാ നേരെ തുടങ്ങി കിട്ടൂ. എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അന്വേഷിച്ച് നോക്ക്. എന്താ അസുഖം തന്നെ? തലവേദന, സൂര്യൻ ഉച്ചരപ്പം തുടങ്ങി. നേരെ തുടങ്ങി കിട്ടുമെന്ന് ഞാൻ നോക്കി. കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ പോവാന്നല്ലാതെ ഒറ്റ വെളുത്തും ചിട്ട എഴുതുന്നേ. ഇപ്പൊ മെഡിക്കൽ ഷോപ്പുകാർക്ക് എന്നെ കാണുമ്പോൾ പുച്ഛ. കമ്പനിക്കാര് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ ഓരോരുത്തരും 1000 ബോട്ടിലും ചെല്ലിയാലേ ഈ ഫ്രിഡ്ജും VCR-ഉം ടിവിയും ഒക്കെ എവിടെ നിന്ന് പോകുന്നു? ഞാനെവിടെ കൊടുക്കാനും. പിന്നെ ഇവിടെ എല്ലാവരും കൂടെ ഉത്സാഹിച്ചൊന്ന് എഴുതി ഒരു 10,000 ബോട്ടിലവായ എനിക്കൊരു 8,000 കമ്മീഷൻ കിട്ടും. പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ലെങ്കിലോ? പിന്നെ ഒരു കോംപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ വീട്ടിൽ വരുമോ? വീട്ടിൽ വെക്കാൻ കൂടുതൽ കോംപ്ലിമെന്റ്സ്. അപ്പൊ ജോലി ഈ നാട്ടിലാണ് ജോലിക്ക് കൊഞ്ഞം. ഇവിടെ ജോലിയാണ് മനസ്സൊന്നും. എനിക്ക് ജോലിയുണ്ട്. പിന്നെ എല്ലാവർക്കും കസേരയുടെ മേലിരുന്ന് ഫയൽ നോക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ലോട്ടറി ടിക്കറ്റ് ഇട്ടാൽ ജീവിക്കാൻ അവകാശപ്പെട്ടില്ലേ? ഞാനും ഈ വണ്ടിയൊക്കെ വെച്ചിട്ട് ദൂരെ വല്ല പണി കിട്ടുമെന്ന് നോക്കാൻ പോവാ. വണ്ടിക്കാണെ ഓട്ടമില്ല. ഓടി കിട്ടുന്ന കാശുള്ള പശ്ചാത്തലം കൊടുക്കും. ഏത് അടിച്ചു വെച്ച ചട്ടാവുന്നു. ദൈവമേ വഴി കിടത്തില്ലേ? നീ ഇവിടെ കേൾക്കണോ? കയറിയില്ലെങ്കിൽ കയറിയില്ല വഴി കിടക്കാം. കയറിയാൽ അവിടെ വീട്ടിൽ വെക്കണം. എന്റെ ഏട്ടാ, ഞാൻ പറഞ്ഞ കേൾക്കണ്ടേ? ഉച്ചയ്ക്കാണെങ്കിൽ കഴിച്ചൂന്ന് വരുത്തി. അയാൾ വന്ന് വഴക്കുണ്ടാക്കുന്നത് ആദ്യം തന്നല്ലോ. എന്റെ കുട്ടി ഇനി കോടതി കൂടെ കയറാനേ ബാക്കിയാവും. അതും അയാൾ കേട്ടു. എന്റെ അമ്മയെ കോടതി എന്ന് പറയുന്ന തലവീന സ്ഥലമൊന്നുമല്ല. അയാളോട് കേസ് കൊടുക്കട്ടെ. ഇത് അയാളോട് സമാധാനം പറയണ്ടല്ലോ. സമാധാനം എനിക്ക് വിശപ്പില്ല. ആദ്യം കയറിയിട്ടാ വന്നാകട്ടാ. ഇത് അമ്മ കഴിച്ചില്ല, ഞാൻ കഴിക്കണം. എന്റെ അമ്മ അയാൾ കേസ് കൊടുക്കത്തില്ല. ഞാൻ അയാളെ ചെന്ന് കണ്ട് സമാധാനമായിട്ട് സംസാരിച്ചു നിർത്തോളാം. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, നയത്തില് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി സോപ്പിട്ടത് കുളിപ്പിച്ച് കിടത്താം. ചില സമയത്ത് അമ്മയുടെ സ്വഭാവം കുറിച്ചുണ്ടായിട്ടാണ് പ്രശ്നം. എന്ത് വേണം? ഞാൻ ചേട്ടനൊന്ന് കാണാമെന്ന് ആണെന്നോ? അതല്ല. ഏതല്ല എന്റെ നിഴല് എന്താ മുങ്ങി നടക്കണം? നീ എന്നെ കാണാമല്ലേ? എന്താണാവോ ഉദ്ദേശം? ചേട്ടൻ വീട്ടിലൊന്നും പറഞ്ഞു. അമ്മ ആകെ വിശ്വസിച്ചിരിക്കുക. ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാമോ? എന്നാലും കുറച്ചാളൂടെ ക്ഷമിക്കണം. മാസാമാസം ഞാൻ കൃത്യമായിട്ട് പഠിച്ചെന്നുള്ളത്. 1 കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം. എവിടുത്തെ വീട്ടും എനിക്ക് എന്നെ വിശ്വാസമില്ല. ഞാൻ എന്റെ വഴി നോക്കുക. മേനോൻ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു. എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത്. നിന്റെ അച്ഛൻ ചെയ്ത് തടിക്ക് നിങ്ങളൊക്കെ അനുഭവിക്കണം. 3 മാസത്തെ അവധി പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയതാ. ഇപ്പൊ കൊല്ലത്തിലായി. മുതലുമില്ല, പലിശയില്ല. ഇനി നിങ്ങളുടെ ഞാൻ വരണില്ല. ഇവിടെ നീതി നീങ്ങുകൊണ്ട് ഞാൻ നോക്കട്ടെ. ഞാൻ കാല് പിടിക്കാൻ ചേട്ടൻ ഞാനിപ്പോഴാ പെണ്ടി ഇത്രയും നേരം തന്റെ കാലം പിടിച്ചത് തന്റെ അച്ഛന്റെ കൂട്ടുകാരാണ്. എനിക്കൊക്കെ ക്ഷേത്രം മാറ്റിക്കളെ. ഞാൻ എന്നെ പോലെ കേൾക്കണം. ഞാൻ കോടതി കേട്ടിൽ തന്നെ കൊന്നിട്ടായിരിക്കും. ഞാൻ ആരാണെങ്കിൽ എനിക്ക് വക്കീലോട്ട് ചെയ്യണോ?
നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയില്ലേ? ആരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടാ ഗോവിന്ദൻ കൊണ്ടൊക്കെ സംഭവിച്ചെന്നറിയോ?